ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നോർമൽ ഒരു റിവ്യൂ വീഡിയോ അല്ലാടോ. ഇന്ന് നമ്മൾ എടുത്ത് റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി നമ്മൾ വാങ്ങിച്ചിട്ട് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്ന വണ്ടിയാണ്. പക്ഷെ ആ വണ്ടി ഓടിച്ച് സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷം ഞാൻ കൊടുക്കേണ്ട തീരുമാനിച്ചു കേട്ടോ. വണ്ടി എന്റെ പേരിലേക്ക് മാറ്റാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാർക്കാണ്, ഷെവർലെറ്റ് സ്പാർക്ക്. അതായത് നമ്മുടെ നാട്ടിൽ നിലവിലത്തെ മാർക്കറ്റിൽ മോസ്റ്റ് അണ്ടർ റേറ്റഡ് വണ്ടിയാണോ. ആ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിനെക്കുറിച്ച് നെഗറ്റീവ് പറയാൻ മാത്രമേ സമയമുള്ളൂ. പക്ഷെ ആ വണ്ടി ഒരിക്കലും ഉപയോഗിച്ചവർ ആ വണ്ടി എന്താണെന്നും ആ വണ്ടി എങ്ങനെയാണെന്നുള്ളത് നല്ല ധാരണ ഉണ്ടാവും. ഞാനിപ്പോൾ മേടിച്ചിട്ട് 2 ദിവസം ഉപയോഗിച്ച് നോക്കി. നല്ല സുഖമുണ്ടോ, നല്ല അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. നമുക്ക് എവിടെ വേണേലും കൊണ്ടുപോകാൻ ചെറിയ ഒതുക്കമുള്ളൊരു വണ്ടിയാണോ. അപ്പൊ ആ വണ്ടി വെച്ചിട്ട് ഇന്ന് മുതൽ ഞാൻ എന്തെങ്കിലും വീഡിയോസ് പുതിയത് ചെയ്യണമല്ലോ, ഈ റിവ്യൂ മാത്രം പോരല്ലോ, ഡെയിലി വ്ലോഗ് ചെയ്യാൻ എനിക്ക് വളരെ താല്പര്യമാണോ. അപ്പൊ അങ്ങനെ ചെയ്യണമല്ലോ എന്ന് ഓർത്തിരുന്നപ്പോഴാണ് നമ്മുടെ ഈ സ്പാർക്ക് കിട്ടിയതും അത് ഓടിച്ച് ഈ ഒരു ഐഡിയ വന്നത് കേട്ടോ. അപ്പൊ ഇന്ന് പോലെ നമ്മുടെ ട്രാവൽ വ്ലോഗിന്റെ ഒപ്പം നമ്മുടെ സ്പാർക്കും ഉണ്ടാവും. അപ്പൊ ആ വണ്ടി എങ്ങനെയാണെന്നും അതിന് എന്തൊക്കെ മിസ്റ്റേക്സ് വരും എന്നൊക്കെ നമുക്ക് ഇനി ഫ്യൂച്ചറിലേക്ക് കണ്ടറിയാം. അപ്പൊ അത് ഓടിച്ച് നമുക്ക് അതിന്റെ എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇന്ന് ഷോറൂമിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ട്രാവൽ വ്ലോഗ് തുടങ്ങാണ്ടോ. അപ്പൊ അതോ കിടക്കണയാണ് നമ്മുടെ ഇന്നത്തെ താരം സ്പാർക്ക് ആണ്ടോ. അപ്പൊ വണ്ടിയുടെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ ബീച്ച് കളറാണ്. ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടി. ഇനി കുറേ നാളുകൾക്ക് നമ്മുടെ കൂടെ ഉണ്ടാവാൻ പോണ ഒരു വണ്ടിയാണ്. നമ്മൾ സെക്കൻഡ് കാറായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ ദേ ഈ കാണുന്ന പോലെ വണ്ടി അത്യാവശ്യം ചെളിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. അത് നോക്കണ്ട, നമ്മൾ കഴിവിച്ച് കൊണ്ടുവന്നാണ്, കുറച്ച് ദിവസം ഓടിച്ചതിന്റെ ചെളിയാണ്ടോ. അപ്പോൾ വണ്ടിയിൽ എന്താ പറയുക, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. സെൻട്രൽ ലോക്ക് ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഏറ്റവും ലോ ബഡ്ജറ്റ് വണ്ടിയാണ്, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐഡിയൽ കാറാണ് കേട്ടോ. ഇതിന്റെ സെൻട്രൽ ലോക്ക് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഒരു ചെറിയൊരു കീയും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ സെപ്പറേറ്റഡ് റിമോട്ടും കാര്യങ്ങളൊക്കെയാണ് വന്നത്. വണ്ടിയുടെ ഇന്റീരിയർ ഇതേ കണ്ടോ കേട്ടോ. ഇതാണ് വണ്ടിയുടെ ഇന്റീരിയർ വരുന്നത്. നല്ല ബീച്ച് ഫിനിഷിൽ നമുക്കൊരു പ്ലസന്റ് ഫീൽ ചെയ്യുന്ന ഇന്റീരിയർ ആണോ. ചെറിയൊരു കാറാണ്, നമ്മുടെ നാനോടെയൊക്കെ കുറച്ചുകൂടെ സൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ സ്പാർക്ക് നമ്മുടെ എല്ലാ നാട്ടുകളിലും ഉണ്ടാവും. ഈ വണ്ടി ഇത്രയും അണ്ടർ റേറ്റഡ് ആണെങ്കിൽ പോലും വണ്ടിയുടെ എണ്ണത്തിൽ കുറവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് പോവാം. ഇതിന്റെ ആകെ എനിക്ക് ഇഷ്ടമല്ലാണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് മാത്രം കേട്ടോ. അത് ഞാൻ സ്റ്റിയറിംഗ് കവർ ഈ ഒരു ബീജിനോട് ചേർന്ന കളർ തന്നെ തയ്ച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമാണ് അതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തായിട്ടുള്ളൂ. ബ്ലാക്കിൽ എന്തോ പോലെ ഇങ്ങനെ സ്റ്റിയറിംഗ് ആയിരുന്നു കേട്ടോ. അതിപ്പോൾ ഞാൻ എൻ്റെ രീതിക്ക് ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. എന്നാലും എനിക്ക് അതിൽ വലിയ സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ബാക്കിൻ്റെ ഇന്റീരിയറൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമാട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോഴായാലും നല്ല സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എ സി ഇപ്പം നിലവിൽ കംപ്രസർ കാര്യങ്ങളൊക്കെ പിടിക്കുന്നുണ്ട്, പക്ഷെ കൂളിംഗ് കുറവാട്ടോ. അത് അടുത്ത ദിവസം കൊണ്ട് ശരിയാക്കാനുള്ളതാണ്. നല്ല സ്പീക്കേഴ്സ് എല്ലാം നമ്മുടെ ഡാഷ്ബോർഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല നീറ്റായിട്ട് മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 ഡോർ പവർ വിൻഡോ ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് നമ്മുടെ വണ്ടിക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള ഇന്റീരിയർ ആണ് വണ്ടിക്ക് വരുന്നത്. ബാക്കിൽ കുറച്ച് എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ ഡ്രൈവ് തുടങ്ങി കേട്ടോ. നമ്മൾ ഇന്ന് പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടമക്കുടി അവിടെ ഐലൻഡ്സിലാണ്. അവിടെ ഇതുവരെ പോയിട്ടില്ല. കുറേ ദിവസമായിട്ട് നന്ദു പോണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതേ അവള് വീഡിയോയുടെ പുറകിലുണ്ട്. അവളാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ. അപ്പൊ നമ്മുടെ വണ്ടി ഓടിക്കാനൊക്കെ വളരെ ഫണ്ണാണ്. സിമ്പിൾ ആയിട്ട് ഓടിച്ചു പോകട്ടോ. ക്ലച്ചൊക്കെ പുതുതായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് തന്നെ. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ചും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം ഫ്യൂലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഫ്യൂലൊന്നും റീഫിൽ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഫ്യൂൽ അടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മുടെ ട്രാവൽ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണേ. കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഒന്ന് പറഞ്ഞൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നെഗറ്റീവ്സ് ഇടുന്നവരും പോസിറ്റീവ്സ് ഇടുന്നവരൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ നമ്മുടെ ഒരു ആഗ്രഹം പോലെ നമ്മൾ ഡെയിലി വ്ലോഗ് ആയിട്ടും ട്രാവൽ വ്ലോഗ് ആയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇതൊരു ഫസ്റ്റ് ട്രൈ ആണ്. അപ്പൊ അതിന്റെ കൂടെ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ഈ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഈ സ്പാർക്കും നമ്മൾ ഇതിന്റെ ഒപ്പം കാണിക്കും കേട്ടോ. അപ്പൊ ഈ സ്പാർക്കിന്റെയും നമ്മുടെ ട്രാവലിന്റെയും വീഡിയോസ് ആയിട്ട് കണ്ടാൽ മതി. സ്പാർക്കിന് ഇഷ്ടപ്പെടുന്നവർക്കും വീഡിയോസ് കാണാം, അതുപോലെ ട്രാവൽ വ്ലോഗ് കാണാൻ ഇഷ്ടമുള്ളവർക്കും കാണാം കേട്ടോ. 2 രീതിയിൽ നമുക്ക് നമ്മുടെ വ്ലോഗ് യൂസ്ഫുൾ ആവുന്നുണ്ട്. അപ്പോ കാർ ഇപ്പൊ എന്താ പറയാ, നമ്മൾ രണ്ടുപേരും ഇപ്പൊ ഒരു കപ്പിളായിട്ട് യാത്ര ചെയ്യുമ്പോൾ വളരെ അടുത്തായിട്ടുള്ള സീറ്റിംഗ് ആട്ടോ ഉണ്ട്. ചെറിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഒത്തിരി ദൂരത്തിരിക്കുന്ന ഫീലൊന്നുമില്ല. തൊട്ടടുത്തിരുന്ന് സംസാരിച്ച് എല്ലാം ഫണ്ണായിട്ട് പോകാട്ടോ. പിന്നെ എ സി വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ എ സി ഇടണം എന്നുള്ള ഒരു ടെൻഷനും വേണ്ട. അത്യാവശ്യം മൈലേജും കിട്ടും കേട്ടോ. നല്ല ചില്ല് തുറന്നിട്ടാണ് പോണേ. അടുത്ത ദിവസം കൊണ്ടുപോയിട്ട് എ സി നന്നാക്കണം കേട്ടോ. എ സി ഇല്ലാണ്ട് പോകാൻ പറ്റില്ല, നല്ല ചൂടാണ്. പിന്നെ ഈ സീറ്റ് കവർ ചെയ്ത് തന്നെ കുറഞ്ഞ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ചൂടുണ്ടാവും കേട്ടോ. ബാക്കൊക്കെ പെട്ടെന്ന് വേർക്കും. അപ്പോൾ എ സി അടുത്ത ദിവസം കൊണ്ടുപോയി നന്നാക്കണം. എന്നിട്ട് വേണം ബാക്കിയുള്ള ലോങ് ആയിട്ടുള്ള അടുത്ത് പോകാൻ. അപ്പൊ ഇന്നിപ്പോ പോണെന്ന് പറഞ്ഞാൽ ഏകദേശം 4 മണിയാകുമ്പോൾ പോവാട്ടോ. ഈ ഒരു സമയത്താണ് നമ്മൾ പോണേ. അപ്പൊ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, നമ്മൾ ഷോറൂമിൽ ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇനി അടുത്ത നമുക്കിനി അവിടെ ഏകദേശം എത്താറാകുമ്പോൾ കാണിക്കാം. ഒത്തിരി ലോങ് ആക്കി ബോറാക്കണില്ല കേട്ടോ. ഇവിടെ നമ്മൾ അങ്ങനെ കുറെ നേരത്തെ ഡ്രൈവിന് ശേഷം നമ്മളിവിടെ ഐലൻഡിൽ എത്തിയിട്ടാ. ഇത്രയും ദൂരം വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള വഴിയായിരുന്നു. അപ്പൊ നമ്മുടെ സ്പാർക്ക് ആയതുകൊണ്ട് തന്നെ വളരെ
സിമ്പിൾ ആയിട്ട് കടന്നു പോകുന്നു കേട്ടോ. ഒരു കാർ ഓപ്പോസിറ്റ് വന്ന് ഈ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് കടന്നു വരാൻ. അത്രയും ഇടുങ്ങിയ വഴിയാണ് ഇവിടെ എത്ര വരെ. ഇപ്പോൾ അത്യാവശ്യം വിശാലമായിട്ടുള്ള വഴിയായിട്ടോ. അപ്പോൾ ഇതേ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്, നല്ല പ്രകൃതി അന്തരീക്ഷവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതേ കാണുന്ന പോലെ നല്ലൊരു ഗ്രാമാന്തരീക്ഷവും വെള്ളക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗി തന്നെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്തോളൂ കേട്ടോ. ബാക്കിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഓടിച്ച് വ്യൂ പോയിന്റിന്റെ അവിടെ എത്തിയിട്ടോ. നല്ല രസമുണ്ട് നിങ്ങളുടെ വണ്ടി ഓടിച്ചു പോകാൻ. അത് ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് പോകുമ്പോൾ നല്ല കാറ്റും നല്ലൊരു ആംബിയൻസ് കേട്ടോ. ഈവനിങ്ങാണ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കറക്റ്റ് സ്പോട്ടായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടോ. ഇവിടെ അത്യാവശ്യം വണ്ടി തിരക്കൊക്കെ ഉണ്ട്. ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട് കേട്ടോ റോഡ് സൈഡിലായിട്ട് തന്നെ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് നേരെ നമ്മുടെ കടമ്പക്കുടി ഐലൻഡ്സിൽ എത്തിയിട്ടോ. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവ് ആയിരുന്നു. വണ്ടി യാതൊരു പ്രശ്നം ഉണ്ടാക്കില്ല കേട്ടോ. അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആലുവയിലും കണ്ടന്റർ റോഡിലൊക്കെയും ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അത്രയും ബ്ലോക്കിൽ കിടന്നിട്ടായാലും വണ്ടി അത്യാവശ്യം മൈലേജ് കിട്ടിയതാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ആ ഒരു പെട്രോളിന്റെ ഫ്യൂവലിന്റെ അളവ് വെച്ച് നോക്കുമ്പോൾ ന്യായമായിട്ടുള്ള മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വണ്ടി ഇപ്പോഴും വന്ന് നിർത്തിയുള്ളൂ. നല്ല തണുപ്പാണ്. വേറെ എഞ്ചിൻ ഹീറ്റോ ഓവർ ഹീറ്റോ കാര്യങ്ങളൊന്നും കാണിച്ചില്ല. അതുപോലെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ എന്താ പറയുക, ഗട്ടറുള്ള റോട്ടിൽ വന്നിട്ട് അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടോ. അതുപോലെ വണ്ടിക്ക് വലിപ്പം കുറവായതുകൊണ്ട് തന്നെ ഈ വന്ന വഴി കുറച്ച് കൺജസ്റ്റഡ് ആണ്. രണ്ട് വഴി വണ്ടി കറക്റ്റ് കടന്നു പോകുന്ന വഴിയുള്ളൂ കേട്ടോ. പക്ഷെ എന്നിട്ട് പോലും വണ്ടി സ്മൂത്ത് ആയിട്ട് കടന്നു പോകുന്നു. ചെറിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഹാൻഡിലും കാര്യങ്ങളും എളുപ്പമുണ്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഉള്ളേരിയകളിൽ ഇതുപോലെ ഡെയിലി യൂസിനൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള വണ്ടികളെ തരം താത്തി കാണാണ്ട് ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയിട്ട് മാത്രം അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇന്ന് സ്പാർക്ക് ഓടിച്ച് നോക്കിയപ്പോഴായാലും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തോന്നിയില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കടമ്പക്കുടി ഐലൻഡ്സിന്റെ വീഡിയോസ് ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ പോവാം ഫ്രണ്ട്സ്. ഈ കാണുന്ന പോലെ നല്ല വ്യൂ ആണ്. ഇവിടെ നോക്കുമ്പോഴായാലും വളരെ വിശാലമായിട്ടുള്ളൊരു ഏരിയ ആണ്. എന്താ പറയുക, ആ ഒരു വെള്ളക്കെട്ടിലൊക്കെ ആൾക്കാരൊക്കെ ആയാലും വഞ്ചിയിലൊക്കെ പോയി മീനൊക്കെ പിടിക്കുന്നുണ്ട്. അതുപോലെ നല്ല തണുത്ത കാറ്റുണ്ട്. വൈകുന്നേരങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. ഇവിടെ നോക്കുമ്പോഴായാലും ഒരുപാടധികം വണ്ടികൾ കിടക്കണായിട്ട് കാണാം കേട്ടോ. ആളുകൾ പിള്ളേരൊക്കെ സൈക്കിളിലൊക്കെ പോകുന്നുണ്ട്. ടൂ വീലറിലും പോകുന്നുണ്ട്. ഒത്തിരി പേര് ഈ വാക്വേയിൽ ഇരിക്കുകയും അതുപോലെ നടക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നല്ല ശാന്തവും സമാധാനമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഏരിയ ഉണ്ടോ. വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇത്രയും ഐഡിയ കിട്ടില്ല. പക്ഷെ നേരിട്ട് വന്ന് കണ്ടു കഴിയുമ്പോഴാണ് ഈ സ്ഥലത്തിന് യഥാർത്ഥ ഭംഗി മനസ്സിലാവണം കേട്ടോ. ഇവിടെ ആയാലും ദേ റോഡ് സൈഡിൽ ഒത്തിരി അധികം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഐസ്ക്രീം വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഐസ്ക്രീം ഒക്കെ കഴിച്ച് എൻജോയ് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി അധികം കടകളുണ്ട്. ഇനി ആ സൈഡിലേക്കാണ് കൂടുതൽ കടകളും കാര്യങ്ങളും വരുന്നത്. വാക്വേയുടെ സൈഡിൽ കൂടെ നമുക്ക് ഇതുപോലെ നടന്ന് പോകാനുള്ളൊരു ചെറിയൊരു മണ്ണുപാത ഉണ്ട് കേട്ടോ. ഇതിവിടെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് എന്താ പറയുക, വെള്ളക്കെട്ടിൻ്റെ നടുവിലേക്ക് ചെല്ലാം. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിട്ട് ഇവിടെ കുറച്ചുകൂടെ എന്താ പറയുക, നല്ല കാറ്റും കാര്യങ്ങളും കൂടുതലുണ്ട്. വാക്വേനെ സംബന്ധിച്ച് നോക്കുമ്പോൾ തെങ്ങും കാര്യങ്ങളും നിൽക്കണതാണ് കേട്ടോ. അതുപോലെ ദേ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ വഞ്ചിയിൽ ചേട്ടന്മാരെ മീനൊക്കെ പിടിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും നല്ല നീറ്റ് ആയിട്ടുള്ള സ്പോട്ടാണ്. നമ്മുടെ പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം ഒരു 39 കിലോമീറ്റർ ഒക്കെ ഉണ്ടോ ദൂരം വരുന്നുള്ളൂ. വൈകുന്നേരങ്ങളെല്ലാം അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ ബീച്ചിൽ പോയിരിക്കണമെങ്കിൽ കുറച്ചുകൂടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന് പറയാം. ബീച്ച് വേറൊരു സ്റ്റൈലാണ്, പക്ഷെ ഇത് കുറച്ചുകൂടെ നേച്ചറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആംബിയൻസ് ആണ് ഇവിടെ വരുന്നത്. കൂട്ടുകാരെ, ഈ ഒരു ഗോൾഡൻ സൺസെറ്റ് ഒന്നും ഒരിക്കലും മിസ് ഔട്ട് ചെയ്ത് കേട്ടോ. ഞങ്ങൾ അവിടെ കുറച്ച് ഇരുട്ടായി തുടങ്ങിയപ്പോൾ പോവാന്ന് വെച്ചാൽ ഒരു 6:30-ക്ക് ശേഷം പോകുന്നതിന് ശേഷമാണ് ഈ ഒരു സംഭവം കണ്ടേട്ടോ. അത് കാറിൽ നിന്ന് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുമ്പേ ഞങ്ങൾ പോന്നായിരുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഇതൊന്നും മിസ് ഔട്ട് ചെയ്യരുത്. മാക്സിമം അവിടെ സമയം സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്തിട്ട് പോരാ കേട്ടോ. അപ്പോൾ ദേ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. നമ്മുടെ സ്പാർക്കിലുള്ള യാത്രകൾ ഇനിയും തുടരുന്നതാണ്. നമ്മളെന്താ പറയുക, ഈ ഒരു കാറും കൊണ്ട് എവിടെയൊക്കെ പോകാൻ പറ്റുമോ അവിടെയൊക്കെ നമ്മളൊന്ന് പോയി ട്രൈ ചെയ്യണം. ഒത്തിരി ലോങ് ഒന്നും പോകല്ല. നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തിരക്കില്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലെ ചെറിയ ഈവനിങ്സിൽ ഇതുപോലെ ചെറിയ ചെറിയ ട്രിപ്പുകൾ പോകുന്നതാണോ. അപ്പോൾ ഇതുപോലുള്ള മനോഹരമായ സ്ഥലങ്ങളും കാണിച്ചു തരാം, വണ്ടിയുടെ വിശേഷങ്ങളും അറിയാം. അപ്പോൾ ഈ അണ്ടർ റേറ്റഡ് വാഹനം എങ്ങനെ നമുക്ക് അത് അല്ല എന്നുള്ളത് തെളിയിക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ വാഹനം ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ട്രിപ്പുകൾ അടിച്ചു പൊളിച്ച് പോകുന്നതിന് നല്ലൊരു വാഹനം ഉണ്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വന്നവരെ ബൈ ബൈ.